സെപ്റ്റംബർ 17 24 ആഴ്ചയിലെ ബുധനാഴ്ച. ലൂക്ക 7:31 മുതൽ 35 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാനെയും യേശുവിനെയും നിരസിക്കുന്ന ആളുകളോടുള്ള തൻ്റെ നിരാശ യേശു പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഈ തലമുറയിലെ ആളുകളെ ഞാൻ എന്തിനോടാണ് ഉപമിക്കേണ്ടതെന്ന് അവിടുന്ന് ചോദിക്കുന്നു. യേശുവിൻ്റെ കാലത്ത് കുട്ടികൾ ശവസംസ്കാരം, കല്യാണം തുടങ്ങിയ കളികൾ കളിച്ചിരുന്നു. ഉദാഹരണത്തിന്, ഒരു കുട്ടി മരിച്ചയാളെപ്പോലെ കിടക്കും, മറ്റു കുട്ടികൾ ഒരു ദുഃഖഗാനം പാടും, മറ്റുള്ളവർ അതിൽ കരഞ്ഞ് വിലപിച്ച് ശബ്ദമുണ്ടാക്കും. അല്ലെങ്കിൽ രണ്ട് കുട്ടികൾ നവദമ്പതികളെപ്പോലെ അഭിനയിക്കും, മറ്റു കുട്ടികൾ നൃത്തസംഘത്തെ അവതരിപ്പിച്ചു, വേറെ ചിലർ അതിഥികളായിട്ട് രംഗത്ത് വരും. ചിലപ്പോൾ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വേഷം ലഭിച്ചില്ലെങ്കിൽ അവർ കളിയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കും. ഉദാഹരണത്തിന്, നർത്തകരാകാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ചുമ്മാ മാറിയിരുന്ന് കുറ്റപ്പെടുത്തും. യേശു ചില വ്യക്തികളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച ചിത്രം ഇതാണ്. അവർക്ക് അവരുടെ ഇഷ്ടം ലഭിക്കാത്തതിനാൽ അവർ ധിക്കാരികളായ കുട്ടികളെപ്പോലെയായി. തന്നെയും യോഹന്നാനെയും നിരസിക്കുന്നവരുടെ ദോഷൈക ദൃക്കുകളും സ്വയം വൈരുദ്ധ്യാത്മക മനോഭാവങ്ങളും യേശു വിമർശിക്കുന്നു. യോഹന്നാൻ വെട്ടുക്കിളികളും കാട്ടുതേനും മാത്രം ഭക്ഷിച്ചുകൊണ്ട് മരുഭൂമിയിൽ കഠിനമായൊരു ജീവിതം നയിച്ചു. അപ്പോൾ ജനങ്ങൾ അവന് ഭ്രാന്താണെന്നും അവനെ നിരസിക്കുകയും ചെയ്തു. യേശു ആകട്ടെ എല്ലാവരുമായിട്ട് ഇടകലർന്ന് ആളുകൾ വിരുന്നിന് ക്ഷണിച്ചപ്പോൾ അതിലെല്ലാം പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ അവനെ അവർ ഒരു ഭക്ഷണപ്രിയനും മദ്യപാനിയും ചുങ്കക്കാരുടെയും പാപികളുടെ സുഹൃത്ത് എന്ന് വിളിച്ചു. വാസ്തവത്തിൽ ഒരു ചുങ്കക്കാരനാണ് യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാൾ. എന്ത് ചെയ്താലും കുറ്റം പറയുന്നവരുണ്ട്. അങ്ങനെ ഉള്ള ആളുകളുടെ ഇടയിൽ വാസ്തവത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. വിശ്വാസത്തോടും നീതിയോടുമുള്ള വ്യത്യസ്ത സമീപനങ്ങളോടുള്ള നമ്മുടെ പ്രതികരണങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഈ വാക്യം നമ്മെ വെല്ലുവിളിക്കുന്നു. ഈ മൂല്യങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനുമുള്ള വ്യത്യസ്ത വഴികളിലേക്ക് നാം തുറന്നിരിക്കുകയാണോ, അതോ അപരിചിതമായ രീതിയിൽ സത്യം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് തിരിച്ചറിയാൻ നമ്മുടെ വഴികളിൽ നാം വളരെ ശാഠ്യക്കാരാണോ? നമുക്ക് അനുയോജ്യമായ രീതിയിൽ മാത്രമേ ദൈവം നമ്മോട് സംസാരിക്കൂ എന്ന് പ്രതീക്ഷിക്കാനാവില്ല. ദൈവം നമ്മോട് സംസാരിക്കുന്ന ഒരുപക്ഷെ ഒരു വിശുദ്ധനിലൂടെയോ അല്ലെങ്കിൽ പാപിയിലൂടെയോ യാഥാസ്ഥിതികനിലൂടെയോ ലിബറിലൂടെയോ ഒരു നേരായ മാർഗത്തിൽ ചരിക്കുന്ന വ്യക്തിയിലൂടെയോ അല്ലെങ്കിൽ സ്വവർഗാനുരാഗിയ വ്യക്തിയിലൂടെയോ ഒരു പുരുഷനിലൂടെയോ സ്ത്രീയിലൂടെയോ ഒരു കൊച്ചുകുട്ടിയിലൂടെയൊക്കെ ആയിരിക്കാം. ഒരുപക്ഷെ അവൻ ഒരു വൃദ്ധനിലൂടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരനിലൂടെ വിദ്യാസമ്പന്നനായ ഒരാളിലൂടെ നിരക്ഷരനായ ഒരു വ്യക്തിയിലൂടെയൊക്കെ സംസാരിച്ചെന്ന് വരും. പ്രിയപ്പെട്ടവരെ, മുൻവിധിയില്ലാത്ത മനസ്സോടെയും ഹൃദയത്തോടെയും അവനെ കേൾക്കാൻ നാം എപ്പോഴും തയ്യാറായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR from Kerala.